ഹലോ! ഇന്ന് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, കുറച്ച് ഉള്ളി, പച്ചമുളക്, പിന്നെ ചൂര. ഈ 2 ചൂരയും കൂടി ആകെ 120 രൂപയായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതാണ്. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി, പിന്നെ തേങ്ങാപ്പാൽ എടുക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് തേങ്ങാപ്പാലിൻ്റെ പൊടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വൻപയറും. പിന്നെ ഇതെൻ്റെ മണ്ടത്തരം കൊണ്ട് തന്നെ പറ്റിയതാണ്. മൂർച്ചയുള്ള കത്തിയായിരുന്നു. എന്നാലും വീഡിയോ എടുക്കാൻ വേണ്ടി മീൻ നന്നാക്കണത് വീഡിയോ എടുക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് വെറുതെ കൊണ്ടുപോയി ചട്ടിയും മറിച്ചപ്പോൾ അതെൻ്റെ കൈമേട്ട് തന്നെ ഞാൻ കയറ്റി എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കി എടുത്തു. ഈ 2 മീൻ തന്നെ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളതുണ്ടാവും. പക്ഷേ ചീത്തയാവാതെ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തലയും വാലൊക്കെ ഞാൻ നാളെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഫ്രീസറിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ മീൻ ഫ്രഷ് ആയിട്ടിരുന്നോളും. വെള്ളം ഒഴിക്കാതെ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോഴാണ് ആ മീനിലെ വെള്ളമൊക്കെ ഫ്രിഡ്ജ് വലിച്ചെടുത്തിട്ട് മീൻ ഡ്രൈ ആയി ഒരു ചീഞ്ഞ ടേസ്റ്റൊക്കെ വരണേ. ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച വെക്കാറൊന്നുമില്ല, 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഒരു നാരങ്ങളും ഉണ്ടാക്കി കുടിച്ചു. അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം ഇന്ന് രാത്രിത്തേക്കും അതേപോലെ നാളെ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള മീനും കൂടി നമ്മൾ ഈ 2 മീനായിട്ട് ഇത്രയും വലിയ പാത്രത്തിൽ പൊരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെയാണ് പൊരിച്ചെടുക്കാറ്. പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ ഉച്ചക്കത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ വാഴയുടെ കുടപ്പനൊലത്തിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തു. പിന്നെ നമ്മുടെ മീൻ പൊരിച്ചെടുത്തു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കൂട്ടി നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് മോരും വെള്ളത്തിൽ സവാളയും കൂടി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.